നമസ്തേ. ഞാൻ ഇന്നലെ പരിചയപ്പെടുത്തിയല്ലോ 5 കൂട്ടം മരുന്നുകൾ അല്ലേ? അതായത് നെല്ലിപ്പൊടിയുണ്ട്, മൈലാഞ്ചിപ്പൊടിയുണ്ട്, ഇരട്ടിമധുരമുണ്ട്, പിന്നെ താമരയിലയുണ്ട്, എള്ളുണ്ട്. ഈ 5 കൂട്ടം ഇത് നല്ല സൂപ്പറാണ് കേട്ടോ. സൂപ്പർ ആയിട്ടുള്ള ഹെയർ മാസ്ക് ആണ്. ഇത് നമ്മൾ തേക്കുന്നത് മുടി വളരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മുടി വളരാൻ വേണ്ടിയിട്ടും അതുപോലെ കൊഴിഞ്ഞു പോക്ക് നിൽക്കുകയും ചെയ്യും കേട്ടോ. ഇത് നല്ലൊരു സൂപ്പർ പാക്കാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇതാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോൾ നമുക്ക് മാറ്റി മാറ്റി ഹെർബ്സ് അല്ലെ മാസ്ക് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം തലോട്ട് മുഴുവനും അപ്ലൈ ചെയ്തു കേട്ടോ. പരട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് മുടിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞു. നമ്മൾ കൂടുതലും തലോട്ടിയിൽ വേണം കേട്ടോ അപ്ലൈ ചെയ്യാൻ. ഇവിടെ നിന്നാണല്ലോ മുടി വളരുന്നത്. നമുക്ക് മുടിയിലേക്കൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്യാം. ഇതിപ്പോ ഞാൻ എല്ലാം 2 വെച്ചിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. പൊടികൾ മറ്റത് 1 സ്പൂൺ. ഇതിന്റെ പകുതി എടുത്താൽ മതി എള്ള്. പിന്നെ താമരയില് ഒരു 3-4 എടുക്കാം നമുക്ക്. പിന്നെ ഇത് ഓരോരുത്തരുടെയും മുടിയുടെ അനുസരിച്ചിരിക്കും കേട്ടോ. നമുക്ക് ഈ ക്വാണ്ടിറ്റി കൂട്ടണോ വേണ്ടെന്നൊക്കെ. കുറച്ച് വേണ്ടവർക്ക് കുറച്ചെടുത്താൽ മതി കേട്ടോ. നമുക്ക് മുടിയുടെ അറ്റം വരെയും വേണം. അപ്പോൾ 2 കൂടി ഈ 2 സ്പൂൺ ആകുമ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് മതിയാവും, തേക്കാൻ മതിയാവും. എള്ള് ഇതിന്റെ പകുതി എടുത്താൽ മതി. ഈ പൊടികളുടെയൊക്കെ പകുതി മതി എള്ള്.
ഇത് കഴുകി കളയുമ്പോൾ വെറും വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അരമണിക്കൂറോ 1 മണിക്കൂറോ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യാം, തലയിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാം കേട്ടോ. ഇത് കഴുകി കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു വാസനയായിരിക്കും, ആയുർവേദത്തിൻ്റെ വാസനയായിരിക്കും, പൊടികളൊക്കെ ഉള്ളായിരുന്നേ. പിന്നെ എള്ളും കൂടി ആകുമ്പോൾ ഒരു എണ്ണമെഴുക്കും കൂടി ഉണ്ടാവും കേട്ടോ, ഓയിൽ ഉണ്ടാവും. പിന്നെ ഓയിൽ കൂടുതൽ വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ എള്ള് കൂടുതൽ ചേർക്കാം കേട്ടോ. എനിക്ക് അധികം ഓയിൽ വേണ്ട, അതുകൊണ്ടിട്ട് ഞാൻ പകുതി ചേർക്കുന്നുള്ളൂ. മുടിയുടെ അറ്റം വരെ നമുക്ക് ഇതിങ്ങനെ ഇങ്ങനെ മുടിയുമേനി തലോട്ടിലായി ഇനി നമുക്കിത് കെട്ടിവെക്കാം. ഈ പാക്കാണ് കേട്ടോ മുത്തച്ഛൻ പറഞ്ഞു തന്ന പാക്കും കുട്ടിക്കാലം മുതലേ ഞാൻ തേച്ചിരുന്നത് കേട്ടോ. നമുക്കിത് മാസത്തിൽ 2-3 തവണ തേക്കാം കേട്ടോ. നമുക്ക് സമയം കിട്ടുന്ന പോലെ നമുക്ക് തേച്ചുകൊണ്ടിരിക്കാം. താമരയിലും എള്ളും തലേ ദിവസം കുതിർത്തി വെച്ചാൽ പെട്ടെന്ന് അറിഞ്ഞു കിട്ടും കേട്ടോ. നൈസായിട്ട് അറിയണം കേട്ടോ, അല്ലെങ്കിൽ നല്ല തരിയൊക്കെ ഉണ്ടാവും, തലയിലുണ്ടാവും. അപ്പം നല്ല നൈസായിട്ട് നമുക്ക് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇതിപ്പോ കാണിക്കാൻ കാരണം എന്നോട് ചോദിക്കുകയുണ്ടായി, ഇത് അപ്ലൈ ചെയ്യുന്നത് ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ നമ്മൾ തലയിൽ പരട്ടുന്നത്, ഒന്ന് വീഡിയോ ഇടാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടുന്നത്. നമുക്ക് താനെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിങ്ങനെ ആദ്യം തലോട്ടിൽ തേച്ച് പിടിപ്പിക്കാം, പിന്നെ മുടിയിലൊക്കെ പിടിപ്പിക്കാം. ഇതിങ്ങനെ തേച്ച് പിടിപ്പിക്കാം. മാസത്തിൽ 2-3 തേക്കാം, അല്ലെങ്കിൽ ആഴ്ചയിൽ 1 വീതം 4 പ്രാവശ്യം വേണമെങ്കിൽ മാസത്തിൽ തേക്കാം കേട്ടോ. മുടിക്ക് അത്രയും നല്ലതാണ് നമ്മളിത് തേക്കുന്നതോട്. തിക്നെസ് ഒക്കെ ഉണ്ടാവും. നെല്ലിക്കപ്പൊടിയല്ലേ, അയണം, കാൽസ്യം എന്തിൻ്റെയൊക്കെ വിറ്റാമിൻ ഒക്കെ കുറവുണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇരിക്കും. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നമുക്ക് സമയം എപ്പോഴാണ് എത്ര സമയം വേണോ അത്ര സമയം നമുക്ക് നീർപ്പിടുത്തമില്ലാത്തവർക്ക് വെച്ചുകൊണ്ടിരിക്കാം കേട്ടോ. നീർപ്പിടുത്തമുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ രാസനാദിപ്പൊടി നേരത്തെ നിറകെ തിരുമ, എന്നിട്ട് ഇത് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെയാണ് തേക്കുന്നത്.
തന്നെ നമുക്ക് തേക്കാം കേട്ടോ. ആരുടെ ഡൈ ഇതുപോലെ തന്നെയാണ്. അത് ബ്രഷ് ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ എൻ്റെ കൈയാണ് ഉപയോഗിക്കുന്നത്. ഇതിന് വേറെ നീലാമ്പരിയൊന്നും ഇല്ലല്ലോ. അപ്പം കൂടി വന്ന മൈലാഞ്ചിയുടെ ഒരു കളറേ ഉള്ളൂ. പക്ഷെ ഇത്ര ഐറ്റംസ് ചേർക്കുന്നതുകൊണ്ട് മൈലാഞ്ചിയുടെ കളർ കുറഞ്ഞിരിക്കും. അപ്പം നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ഇതുപോലെ ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ല വരട്ടെ.